ഇന്നും വീട്ടിൽ തന്നെ നട്ടു വളർത്തിയ കൂർക്ക കൊണ്ട് എങ്ങനെ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതും എൻ്റെ റോസ് ചേച്ചിയുടെ നട്ടുണ്ടാക്കിയ കൂർക്കയാണ്. അപ്പോൾ അത് വിളവെടുപ്പിന് സമയമാവുന്നേ ഉള്ളൂ. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഞാനിത് കൂർക്കയൊക്കെ പറിച്ചിട്ട് നമുക്ക് ഈ കൂർക്ക ചതച്ച് ഒലത്തുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം ചതച്ച് ഒലത്തി എടുക്കുന്ന ഒരു റെസിപ്പി. അപ്പം നല്ല നാടൻ ഒരു നമ്മുടെ വീട്ടിലുണ്ടായ കൂർക്ക മെഴുക്കുവരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളും ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും ഇഷ്ടമാകുമേ. ഇപ്പം കൂർക്കയൊക്കെ റെഡിയായി ഞാനിതെല്ലാം പറിച്ചെടുക്കുവാണേ. ഇതാണ് ഞങ്ങൾ പറിച്ചെടുത്ത കൂർക്ക. കുറച്ചധികം കിട്ടിയിട്ടുണ്ട്. 2 പ്രാവശ്യമൊക്കെ മെഴുക്ക് വരട്ടാനുള്ളതുണ്ട്. ഇത് നന്നാക്കി ക്ലീൻ ചെയ്ത് നമുക്ക് മെഴുക്ക് വരട്ടുന്നത് ഞാൻ കാണിച്ചു തരാം. കൂർക്ക കിട്ടിയിട്ടുണ്ട്. അമ്മ അത് നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ അമ്മ പറയുമായിരുന്നു പണ്ടത്തെ കാലത്തൊക്കെ എന്നിട്ട് വെള്ളത്തിൽ വേണം കൂർക്ക നന്നാക്കി ഇടാനായിട്ട്. ഇവിടെ കുറച്ച് കൂടുതൽ ആദ്യം നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്മ പറയുമായിരുന്നത് ചതച്ച മുളകും ഒക്കെ ചേർത്ത് ഒലത്തിയെടുത്താൽ നല്ല ടേസ്റ്റാണ്, നല്ല വെളിച്ചെണ്ണയിൽ. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കൂർക്കയെ നമുക്കിങ്ങനെ നന്നാക്കി ഒരുമാതിരി ചെറിയ കഷ്ണമായിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് പറഞ്ഞുതരാം. നല്ല കഴുകി വൃത്തിയാക്കിയ കൂർക്ക നമ്മൾ മൺചട്ടിയിലിട്ടു. എന്നിട്ട് ഇതിനകത്ത് ഉപ്പും വേപ്പില ഇട്ടിട്ട് വേണം നമുക്കിതിനെ ആദ്യം പറ്റിച്ചെടുക്കണം, കുക്ക് ചെയ്തെടുക്കണം. പിന്നെ വിറകടുപ്പിൽ ചെയ്താലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഗ്യാസ് അടുപ്പിലാണ് ചെയ്യുന്നത്. ഇനി ആ പ്രോസസ് ഇപ്പോൾ ഗ്യാസ് അടുപ്പത്ത് വെച്ചു. അതിനകത്തോട്ട് കറിവേപ്പില നല്ല ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിടുക. അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം മതി ഇത് വേവാൻ ആവശ്യം. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതിനെ മൂടി വെച്ച് വേവിക്കും. കൈകൊണ്ട് നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ ആ കറിവേപ്പിലയുടെയും ഉപ്പും എല്ലാം അടുത്തും ഒന്ന് പരട്ടും. നമുക്കതിന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം. നമ്മൾ പറ്റിച്ച് വെച്ചല്ലോ. എന്നിട്ട് നമുക്ക് അതിന് ബാക്കി ഇനി ഒലത്താനായിട്ട് മെഴുക്ക് വരട്ടാനായിട്ട് 1 ടീസ്പൂൺ കുരുമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 5-6 ചുവന്നുള്ളി, 5-6 വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ നല്ല കല്ലിൽ വെച്ച് ചതച്ചെടുത്തിട്ട് വേണം നമുക്ക്. പിന്നെ ഇതിനകത്ത് 2-3 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒലത്തുമ്പോൾ കാണിച്ചു തരാം. ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നല്ല ചതച്ച മുളക്, നല്ല റെഡ് കളറിലെ ചതച്ച മുളക് ആഡ് ചെയ്യുക. അതിനെ ഒന്ന് മൂപ്പിക്കുക. മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിപ്പോൾ തന്നെ ഇതിനകത്തോട്ട് ആ വറ്റിച്ച കൂർക്കയും കൂടെ ഇട്ട് ഒലത്തി എടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കൂർക്ക അതിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഉണ്ടാവും, അത് സാരമില്ല, അതെല്ലാം കൂടെ മിക്സ് ആയിക്കോളും. എന്നിട്ട് ഈ ചതച്ച മുളകിലും വെളുത്തുള്ളിയിലും കുരുമുളകിലും ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി കിട്ടണം. അത് നല്ല മൊരിച്ചെടുക്കണം. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് എല്ലായിടത്തുമൊക്കെ പിടിച്ച് കഴിയുമ്പം തീ ഒന്ന് കുറച്ചിടണം. തീ ഒന്ന് കുറച്ചിട്ട് മീഡിയം ഹീറ്റിൽ ഒരു 5 മിനിറ്റ്സ് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് കൂർക്ക നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. വെളിച്ചെണ്ണയിലൊക്കെ കൂർക്ക ഒന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഞാനിപ്പോൾ തീ ഒരുമാതിരി മീഡിയം തീ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ കുറച്ച് നേരം കൂടി ഇട്ടാൽ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നന്നായിട്ട് ക്രിസ്പായിട്ട് മൊരിയണമെങ്കിൽ നമുക്ക് കൂടുതൽ നേരം ഇട്ട് മൊരിച്ചെടുക്കാം. പക്ഷേ ചെറിയ തീയിൽ മൊരിച്ചെടുക്കണം. ഇങ്ങനെ കൂടുതൽ മൊരിച്ചെടുക്കുന്നതാണ് അതിൻ്റെ രുചിയും. അതായത് അതിൻ്റെ പുറം നല്ല കരുകരാന്നിരിക്കും, അകം നല്ല സോഫ്റ്റായിട്ടിരിക്കും. അങ്ങനെ വേണം ഈ കൂർക്ക ചതച്ച മുളകും എല്ലാം കൂടെ ഇട്ടിട്ട് മൊരിച്ച് ഒലത്തിയെടുക്കാനായിട്ട്. ഇപ്പം എല്ലാവരും പഠിച്ചല്ലോ എങ്ങനെയാണ് നല്ല ചതച്ച ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് കൂർക്ക മെഴുക്ക് വരട്ടുന്നതെന്ന്. ഇത് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാവുന്ന ഒരു റെസിപ്പിയും കൂടി. കറിവേപ്പില ഇട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ ഓഫ് ചെയ്തു. ഇനി ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. നല്ല മൊരിഞ്ഞ കൂർക്ക മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്.